ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അച്ചിങ്ങയും ബീൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പോൾ ഓണത്തിന് അധികം കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായേ. ഇതൊന്ന് വള്ളിപ്പയറാണെന്നും പറഞ്ഞ് നട്ടതാണ്, പക്ഷേ അധികം നീളമില്ലായിരുന്നു. എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നേ. ഈ അച്ചിങ്ങ പയറൊക്കെ കുറേ ദിവസം കിടന്നിട്ടുണ്ടെങ്കിൽ തത്ത വന്ന് കൊത്തിക്കൊണ്ട് പോകുവേ. അത്ര വലുതൊന്നുമല്ല, നമുക്കൊരു കറിക്കുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും എന്താ, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. തൈയൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും, അത് മേടിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിൽ എപ്പോഴും നോക്കണമെന്നേ ഉള്ളൂ, പുഴു ഉണ്ടാവും. ഇതിൽ തന്നെ ഒരു 2-3 പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതേ 2-3 ഉണ്ടായിട്ടുണ്ട്. ചെറുതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടായിട്ടുണ്ട്, അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുവാണേ, രാവിലെയാണ്. അപ്പോൾ ഇത് സൂര്യൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മുഖത്തേക്ക് അടിക്കുവാണേ, വെയിലങ്ങോട്ട്. നമുക്ക് മേളിലേക്ക് നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതും ഒരു പിടുത്തം കിട്ടി. അപ്പോൾ അച്ചിങ്ങയും കിട്ടി, ഒരു പാവയ്ക്ക കിട്ടി, കറുത്ത പാവയ്ക്കയാണേ. അപ്പോൾ നമുക്ക് 2 മുളകും പറിക്കണേ. ബജിമുളക് ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ടേ. ഒരു പ്രാവശ്യം ഞാൻ ബജി ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഇനിയും കിടപ്പുണ്ട് പറിക്കാനായിട്ട്. എൻ്റെ നിറച്ചുണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അതേ നല്ലൊരു നിറത്തിലുള്ള പൂ വിരിഞ്ഞിട്ടുണ്ട്. അടുത്ത് ജമന്തിയാണ് നിൽക്കണേ, പക്ഷെ നിറച്ച് മുട്ടുണ്ട്, പൂ വിരിഞ്ഞിട്ടില്ല. പച്ചമുളകൊക്കെ വേണ്ടുവോളം ഉണ്ട്. ഒക്കെ പഴുത്ത് വരുമ്പോഴാണ് ഞാൻ പറിച്ചെടുക്കണത്. ഇപ്പോൾ കറിക്കൊന്നും ഇല്ലെങ്കിലും ടെറസിൻ്റെ മേളിലേക്ക് കയറിയാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി വെക്കാനായിട്ട് കിട്ടും. അപ്പോൾ ദേ ഒരു ബീൻസ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബക്കറ്റ്, പെയിൻറ്റും ബക്കറ്റിലേക്ക് ചെറുനാരങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു വള്ളി കെട്ടി കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് പൂത്തിട്ടുണ്ട്, നിറച്ച് പൂത്തിട്ടുണ്ട്. നല്ല വലിയ ബീൻസാണ് ഇത്. ഇങ്ങനെ വള്ളിയൊന്നും കെട്ടിക്കൊടുക്കാനായിട്ട് കമ്പും സ്ഥലമൊന്നുമില്ല. നമ്മുടെ ചെണ്ടുമല്ലി നിറച്ച് പൂത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് ഇതെല്ലാം ഒടിഞ്ഞു പോയായിരുന്നു കുറേ. ഈ മഴയുടെ വെള്ളവും കനം അങ്ങോട്ട് വരുമ്പോഴത്തേനും പൂവിൻ്റെ കനവും വെള്ളത്തിൻ്റെ കനവും ഒക്കെ കൂടി ആകുമ്പോഴത്തേനും അങ്ങ് പെട്ടെന്ന് ഒടിഞ്ഞു പോവുമേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അച്ചിങ്ങയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാം. നല്ല രുചിയുള്ള അച്ചിങ്ങ ഇത്. അച്ചിങ്ങയും പയറും ഒക്കെ ആയിട്ടുണ്ട്. 1-2 വള്ളിപ്പയർ കിട്ടി. അപ്പോൾ ഇത് നീട്ടമുള്ള പയറാണെന്നും പറഞ്ഞാണ് നട്ടത്, പക്ഷേ വന്നപ്പം അധികം വലിപ്പമൊന്നുമില്ലായിരുന്നു, നീട്ടമില്ലായിരുന്നു. ഇത്തവണ കുമ്പളങ്ങയും വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ട്. കുമ്പളങ്ങയിൽ ഒരു കാ കുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മഞ്ഞ് ആവുന്ന സമയത്താണ് ഇതിനൊക്കെ പൂവും കായും ഒക്കെ കുത്തണത്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളരിയും പിന്നെ കുമ്പളങ്ങയൊക്കെ ഒത്തിരി ഉണ്ടായി. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പയറൊക്കെ പൊളിച്ചിടാം. ഇന്ന് താഴത്ത് പച്ചമുളകൊക്കെ ഉണ്ട്, കാന്താരിമുളകൊക്കെ ഉണ്ട്. ഈ ബീൻസും കൂടെ ഒന്ന് വട്ടത്തിൽ മുറിച്ചിടാം. നമ്മൾ അച്ചിങ്ങ ഒടിച്ച പോലെ നീളത്തിൽ. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഉച്ചത്തെ കറിയാണ് ഇത്. വട്ടത്തിൽ മുറിച്ചിടണേ. അധികം നീളത്തിൽ വേണ്ട, ഒരുമാതിരി നീളത്തിൽ. അല്ല, ഈ പച്ച അങ്ങോട്ട് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പും മുളകും ഒന്നും ഉള്ളിലേക്ക് പിടിക്കില്ല. ഒരു പാവയ്ക്ക കിട്ടി. എല്ലാവരും ഈ പാവയ്ക്കക്ക് കയ്പുണ്ടെന്ന് പറയുമല്ലോ, പക്ഷെ ഒരു കയ്പുമില്ല. ഇതിൽ 2-3 വലുതുണ്ടായേ. അപ്പോൾ എന്നിട്ടത് പഴുത്തു പോയി. അന്ന് ആ മഴയും ഞങ്ങൾക്കൊക്കെ ഇവിടെ പനിയുമായിരുന്നു. അപ്പോൾ അതങ്ങനെ കിടന്ന് പഴുത്ത് ചീഞ്ഞു പോയി. അതിൻ്റെ കുരുവൊക്കെ വീണ് മുളച്ചിട്ട് ഇപ്പോൾ ഉണ്ടായതാണ് ഈ പാവയ്ക്ക. ഉണ്ടായി വരുന്നുണ്ട്, ചെറുതാന്നേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതിലേക്ക് നമുക്കൊരു കായും കൂടെ ഇടാം. കാ നമ്മൾ വാങ്ങിച്ചതാണ്, ഏത്തക്കായ്. ഞാനതിൻ്റെ
തൊണ്ടൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് ചെത്തിക്കളയുവാണ്. ഇനി നമുക്കിത് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഒരു 2-3 കഷ്ണമായിട്ട് നീളത്തിൽ ഇങ്ങനെ കീറിയെടുത്തിട്ട് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറി ഇട്ട് ഒരു മിക്സഡ് മെഴുക്ക് പുരട്ടി, അധികം അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കണ്ട. ഒരു കറിയാണെങ്കിലും നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഈ അച്ചിങ്ങയും ബീൻസും കായൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണേ. നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഒത്തിരി പ്രാവശ്യമൊന്നും കഴുകേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതല്ല, ഒരു മരുന്നും അടിക്കാതെ ഉണ്ടാക്കിയെടുത്തേക്കണതാണ്. പിന്നെ ആ കാ മാത്രം ഒന്ന് നല്ലതുപോലെ കഴുകിയാൽ മതി. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അടച്ചു വെക്കണം. അല്ലെങ്കിൽ കുക്കറിലിടണമെങ്കിൽ കുക്കറിലിട്ടൊരൊറ്റ വിസിൽ കേട്ടാൽ മതി. എന്നിട്ട് ആവിയെല്ലാം പോയി കഴിയുമ്പോൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ മുറിച്ചിട്ടേക്കാം. ഞാനിങ്ങനെ പഴുക്കുമ്പോഴാണ് പറിക്കുകയുള്ളൂ. ഇങ്ങനെ കൊടിയിൽ നിന്ന് തന്നെ പഴുത്തിട്ടുണ്ടെങ്കിൽ കൊടി പോകുമെന്നാണ് പറയണത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്ര മുളകൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ വെറുതെ പറിച്ചു കൊണ്ടുവന്ന് വേസ്റ്റാക്കി കളയണ്ടല്ലോ. ആവശ്യത്തിന് മാത്രം പറിച്ചെടുക്കുകയുള്ളൂ. ഇതേ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ, ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒന്ന് തിള വന്നതിന് ശേഷം ഇടാം. അടച്ച് വെക്കണേ. എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെക്കണേ. തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മുളക് നല്ല മൂത്ത മുളകായതുകൊണ്ടുണ്ടല്ലോ എരിവ് മൂക്കയിലേക്ക് തുളച്ച് കയറണം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണേ. കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. ഇതിലേക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും കിടന്ന് നല്ലതുപോലെ മൂക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഉള്ളിയും ഒക്കെ നല്ലോണം മൂത്ത് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കായൊക്കെ വേവിക്കാൻ വെച്ചപ്പം അതിലിട്ടിട്ടുണ്ടായിരുന്നു. തീ കൂട്ടി വെക്കരുത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ നിറം അങ്ങോട്ട് മാറിപ്പോവേ. തീ എപ്പോഴും കുറച്ചിട്ടിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ മുളകും ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും കായും പാവയ്ക്ക പിന്നെ ബീൻസ് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒത്തിരി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വറ്റി വരണ്ട് പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഓണത്തിനൊക്കെ പച്ചക്കറി കൂട്ടി മടുത്തിരിക്കുമായിരിക്കുമേ. എന്നാലും വേണ്ടില്ല, ഇങ്ങനെ കിട്ടുമ്പം ഒന്നുണ്ടാക്കി നോക്കാൻ മറക്കരുതേ.
ചോറിന് വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടേ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.